ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. CUET 2026 ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നു. ജനുവരി 30 മുമ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. എന്നാൽ സാധാരണ മാർച്ചിലൊക്കെ വരുന്ന ഈ നോട്ടിഫിക്കേഷൻ ഈ പ്രാവശ്യം നേരത്തെ തന്നെ വന്നു. നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ ആ തിരക്കിന് മുമ്പ് തന്നെ ഇത് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ മനസ്സിലാക്കാനും ഓരോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയാനൊക്കെയുള്ള സമയമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം CUET എക്സാം എന്ന് പറഞ്ഞാൽ ഏകദേശം 19ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ പ്രാവശ്യം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 50ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് CUET എക്സാം വഴി നമുക്ക് അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം CUET എക്സാമിന് ഒരു ജനറൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാവും. അത് ഉണ്ടെങ്കിൽ CUET എക്സാം എഴുതാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് CUET എക്സാം നടത്തുന്നത് NTA ആണ്. അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എക്സാം നടത്തൂ, എന്നിട്ട് നിങ്ങൾക്കൊരു സ്കോർ കാർഡ് തരുന്നു. എന്നാൽ ഈ സ്കോർ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ പണിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഒക്കെ പറയുന്നത് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്താൽ മാത്രമേ CUET എക്സാം വഴി നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അവിടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, അതായത് ബുള്ളറ്റിൻ ഓഫ് ഇൻഫർമേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. 2026-27 അക്കാഡമിക് സെഷൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനാണ് റിലീസായത്. അതുകൊണ്ട് തന്നെ നമ്മൾ CUET എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്കൊരു അഡ്മിഷൻ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, പലരുടെയും ഡ്രീം യൂണിവേഴ്സിറ്റി ആയിരിക്കും ഡൽഹി യൂണിവേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ CUET എക്സാം എഴുതുന്ന സമയത്ത് തന്നെ, അതിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയുടെ ആ കോഴ്സിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് മിസ്റ്റേക്ക് വരുത്തിയാലും അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് 2026-27 അക്കാഡമിക് സെഷനിലേക്ക് പുതുതായി ഇറങ്ങിയ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇതിൽ ഒരു ലിസ്റ്റ് കണ്ടന്റുകളുണ്ട്. അപ്പോൾ കണ്ടന്റിൽ ഒരുപാട് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, രജിസ്ട്രേഷൻ, അല്ലേ? ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷനും അഡ്മിഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇത് നമ്മൾ വായിച്ചു നോക്കണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം അത് നമ്മൾ നോക്കണം. ഏതൊക്കെ പ്രോഗ്രാമുകളാണ് അവിടെ ഉള്ളത്, നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ ഏതൊക്കെ പ്രോഗ്രാമിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് ഫോർ UG അഡ്മിഷൻ, UG അഡ്മിഷൻ എന്തൊക്കെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഓരോ പ്രോഗ്രാമുകൾ, അല്ലേ? ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസിൻ്റെ കീഴിൽ വരുന്നത്, ലാംഗ്വേജിൻ്റെ കീഴിൽ വരുന്ന, സയൻസ് മാത്തമാറ്റിക്സ് ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ വരുന്നത്, കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്, വൊക്കേഷണൽ സ്റ്റഡീസ്, മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ്, എഡ്യൂക്കേഷൻ, അതുപോലെ ഫൈൻ ആർട്സ്. കണ്ടോ, ഇതിൻ്റെ ഈ കാറ്റഗറിയുടെ ഒക്കെ കീഴിൽ വരുന്ന പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയാൽ നമ്മൾ CUET എക്സാമിന് സബ്ജക്റ്റ് മാപ്പിംഗ് വളരെ എളുപ്പമായിട്ട് മാറും. അതായത് നമുക്കറിയാം CUET എക്സാം സാധാരണ എക്സാം പോലെ ഒരു എക്സാം അല്ല. അതായത് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എക്സാം എഴുതി, അല്ലേ? നമുക്ക് ഏതെങ്കിലും അതുവഴി അഡ്മിഷൻ കിട്ടുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ CUET എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതിൽ നോക്കൂ, ഏകദേശം 13ഓളം ലാംഗ്വേജുകൾ, അതുപോലെ തന്നെ അതിലധികം ഡൊമൈൻ സബ്ജക്റ്റുകൾ. ഈ ലാംഗ്വേജും ഡൊമൈൻ സബ്ജക്റ്റും, അതായത് 13 ലാംഗ്വേജുകൾ, ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് GAT, ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതിന് പുറമെ 23ഓളം ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകൾ, അല്ലേ? ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് 5 സബ്ജക്റ്റ് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ,
ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് പോയിന്റ്സുകൾ ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് പോയിന്റ്സ് വായിച്ച് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് നമുക്കറിയാം CUET UG 2026 ഇതിൻ്റെ ബേസിലായിരിക്കും അടുത്ത വർഷത്തെ അഡ്മിഷൻ കൊടുക്കുന്നത്. പിന്നെ കൂടെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഇവിടെ പറയുന്നുണ്ട്. അതിൽ 4ാമത്തെ പോയിന്റ് നോക്കുക. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ആൻഡ് പാസ്ഡ് ക്ലാസ് 12 examination or its equivalent from a single recognized university അല്ലെ ബോർഡ്, സിംഗിൾ റെക്കഗ്നൈസ്ഡ് ബോർഡ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ +2 പാസ്സാവണമെന്നില്ല. അതായത് ഇപ്പോൾ കറൻ്റ്ലി +2 ചെയ്യുന്ന സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ അത് പാസ്സായിരിക്കണം. സോ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അപ്പിയറിംഗ് കൊടുത്താൽ മതി. നെക്സ്റ്റ് വരുന്നത്, ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ആൻഡ് പാസ്ഡ് ക്ലാസ് 12 എക്സാമിനേഷൻ ഓഫ് എനി ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഓർ എനി ഫോറിൻ കൺട്രി റെക്കഗ്നൈസ്ഡ് ആസ് ഇക്വാലന്റ് ടു ദ 10+2 സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നതായിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൊടുത്തത്, ഫോർ അഡ്മിഷൻ ടു യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദ കാൻഡിഡേറ്റ് ടു അപ്പിയർ ഇൻ CUET UG 2026 ഇൻ ദോസ് സബ്ജക്ട് ഇൻ വിച്ച് she or he is appearing or passed class 12 എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് 12 അതായത് 12ാം ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണോ എഴുതിയത് അതേ സബ്ജക്റ്റിൽ മാത്രമേ നമ്മൾ CUET എക്സാം അതേ സബ്ജക്റ്റിൽ CUET എക്സാമിലും എഴുതിയാൽ മാത്രമേ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നമ്മൾ CUET എക്സാമിന് എഴുതുന്ന സബ്ജക്റ്റുകൾ നമ്മൾ +2 പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റുകളായിരിക്കണം. ഇത് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രത്യേകത വരുന്നില്ല. എന്നാൽ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു നിർബന്ധമുണ്ട്, നിങ്ങൾ CUET എക്സാമിന് എഴുതുന്ന സബ്ജക്റ്റുകൾ അത് +2 പഠിച്ചിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞുതരാം, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഏത് പ്രോഗ്രാമാണ് ആഗ്രഹിക്കുന്നത്, അപ്പോൾ ആ പ്രോഗ്രാമിന് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എടുക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നമുക്കൊരു BA ഇൻ ഹിസ്റ്ററി എടുക്കണം, അതല്ലെങ്കിൽ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് എടുക്കണം, അതല്ലെങ്കിൽ BSc എടുക്കണം. അപ്പോൾ ഈ കോഴ്സുകളിലേക്ക് അവർ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. നമുക്കത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ ക്രൈറ്റീരിയ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് CUETക്ക് എഴുതണം. ആ സബ്ജക്റ്റ് എഴുതണമെങ്കിൽ ആ സബ്ജക്റ്റ് നമ്മൾ +2 പഠിച്ചിരിക്കണം. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അതുപോലെ മറ്റൊന്ന്, അലോക്കേഷൻ ആൻഡ് അഡ്മിഷൻ വിൽ ബി ബേസ്ഡ് ഓൺലി ഓൺ ദ കോമ്പിനേഷൻ ഓഫ് ലാംഗ്വേജ്, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ വിച്ച് a candidate has appeared in CUET UG 2026 as per respective program specific eligibility. നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മൾ ഏത് പ്രോഗ്രാമാണോ ആഗ്രഹിക്കുന്നത് ആ പ്രോഗ്രാമിന് പറഞ്ഞിട്ടുള്ള എന്ത് എഴുതണം, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ്, അതുപോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ ലാംഗ്വേജ് നമ്മൾ എഴുതിയിരിക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 12ാമത്തെ പോയിന്റ് നോക്കുക. കാൻഡിഡേറ്റ്സ് ഡിസൈറസ് ഓഫ് സീക്കിംഗ് അഡ്മിഷൻ ടു യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി വിൽ ഓൾസോ ഹാവ് ടു അപ്ലൈ യൂണിവേഴ്സിറ്റി ഡൽഹീസ് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ, അതായത് അഡ്മിഷൻ്റെ മുമ്പ് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ ഒരു കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം ഉണ്ട്. അതിലും നമ്മൾ അപ്ലൈ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ NTA നമുക്ക് CUET എക്സാം വഴി ഒരു സ്കോർ കാർഡ് തരും. അത് കഴിഞ്ഞ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം. അപ്പോൾ CSA പോർട്ടൽ, അപ്പോൾ അതിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അപ്ലൈ ചെയ്യുമ്പോൾ പിന്നീട് ഓരോ ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. ഇതിൻ്റെ ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ സ്ട്രക്ചർ ഓഫ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അതായത് നമ്മൾ ഈ CUET എക്സാമിന് നമുക്ക് ലാംഗ്വേജ് വരുന്നത് ഏകദേശം 13ഓളം ലാംഗ്വേജുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാംഗ്വേജിൽ ഇതിൽ ഏതെങ്കിലും ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ്, ഹിന്ദി, ആസാമീസ്, ബംഗാളി. അപ്പോൾ നമ്മൾ മലയാളികൾ, ഇപ്പോൾ മലയാളം ഓൾറെഡി ഇതിലുണ്ട് കേട്ടോ. മലയാളം ഓൾറെഡി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ്, നമ്മളെല്ലാ ചെറിയ ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിച്ചു വരുന്നവരായിരിക്കും. അതുപോലെ തന്നെ പക്ഷേ മലയാളം നമുക്കറിയാം, ഒരു ലാംഗ്വേജിൽ ഒരു ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഒരു പാരഗ്രാഫ് വായിച്ച് എഴുതാനൊക്കെ പറ്റും, പക്ഷെ അതിൻ്റെ ഗ്രാമറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് അതാണ്. എന്നാൽ മലയാളവും സെലക്ട് ചെയ്യാം. അത് മനസ്സിലാക്കിയിട്ട്, അതിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക.
വിഷയമാവും എങ്കിൽ ഏറ്റവും നല്ലത് ഇംഗ്ലീഷ് ആയിരിക്കും. അതുപോലെ തന്നെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് നോക്കൂ, 23ഓളം DSS സബ്ജക്റ്റിലെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളുണ്ട്. ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആദ്യം യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ്, ആ കോഴ്സിൻ്റെ എലിജിബിലിറ്റി നോക്കിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നുള്ള സബ്ജക്റ്റുകളാണ് നമുക്ക് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ +2 ബയോ കെമിസ്ട്രി പഠിച്ചു, ഇവിടെ നോക്കിയാൽ ഈ DSSൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ്? 4, അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് അവിടെ അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ DSS ഒന്ന് സെലക്ട് ചെയ്യണം. അതുപോലെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ചോദിക്കുന്നത്? പലപ്പോഴും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചില കോഴ്സുകൾക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ നമ്മൾ CUT എക്സാമിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ മറ്റു ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ പല പ്രോഗ്രാമുകൾക്കും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എഴുതുന്ന സമയത്ത് അതുകൂടി എഴുതുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് നമ്മൾ അവിടെയുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഓരോ പ്രോഗ്രാമുകളാണ്. ലാംഗ്വേജിൽ വരുന്ന പ്രോഗ്രാമുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? BA അറബി, ഹോണേഴ്സ് അറബി, ബംഗാളി, ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് കണ്ടോ, സൈക്കോളജി, അതുപോലെ BA ഹോണേഴ്സ് സൈക്കോളജി വരുന്നുണ്ട്, അപ്ലൈഡ് സൈക്കോളജി, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിന്ദി അല്ലേ, ഹിസ്റ്ററി, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, ജേർണലിസം. അപ്പം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ടെക്നോളജി. ഇതിൻ്റെ കീഴിൽ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. ആന്ത്രപ്പോളജി, ബയോളജിക്കൽ സയൻസ്, അല്ലേ, ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ സയൻസ് ഇഷ്ടംപോലെ. അതുപോലെ തന്നെ BSc പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. BSc അപ്ലൈഡ് ലൈഫ് സയൻസ്, BSc അപ്ലൈഡ് ഫിസിക്കൽ സയൻസ് വിത്ത് അല്ലെ അനലിറ്റിക്കൽ മെത്തേഡ്, ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു കോമൺ മിനിമം എലിജിബിലിറ്റി നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ടതാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ 2 ലിസ്റ്റോ എ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഓരോ കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന എലിജിബിലിറ്റിയിൽ അവർ ലിസ്റ്റ് എ, ലിസ്റ്റ് ബി എന്നാക്കി തിരിച്ചിട്ടുണ്ട്. ലിസ്റ്റ് എയിൽ വരുന്ന സബ്ജക്റ്റുകളാണ് ഈ ലാംഗ്വേജ് സബ്ജക്റ്റുകൾ. അതുപോലെ തന്നെ ലിസ്റ്റ് ബിയിൽ വരുന്ന സബ്ജക്റ്റുകളാണ് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകൾ. ഇത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, സബ്ജക്റ്റ് മാപ്പിംഗ് നടത്തേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഓരോ പ്രോഗ്രാമുകൾ പറയുന്നുണ്ട്. അപ്പോൾ BA ഹോണേഴ്സ് അറബിക് ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ് ഇതൊക്കെ വരുന്നത്. കുറച്ച് നമ്മൾ ലാംഗ്വേജ് ഒഴിവാക്കിയിട്ട് നമ്മളൊരു ആർട്സ് ആൻഡ് സോഷ്യൽ സയൻസിൽ വരികയാണ്. നമ്മളൊരു സൈക്കോളജി, അതുപോലെ തന്നെ ജിയോഗ്രഫി അല്ലേ, എക്കണോമിക്സ്, ഈ കോഴ്സുകൾ നിങ്ങൾ കണ്ടോ. അപ്പോൾ അവിടെ എക്കണോമിക് കോഴ്സ്, നമ്മൾ എക്കണോമിക് കോഴ്സിലേക്കാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ അവരുടെ സ്പെഷ്യൽ കണ്ടീഷൻസ് നോക്കൂ. ഇവിടെ കാൻഡിഡേറ്റ് മസ്റ്റ് അപ്പിയർ ഇൻ CUT ഇൻ എനി ഓഫ് ദ ഫോളോവിങ് സബ്ജക്റ്റ് കോമ്പിനേഷൻ. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് താഴെയുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. നോക്കൂ, ഒന്നെങ്കിൽ കണ്ടീഷൻ 1, എനി 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ. ലിസ്റ്റ് എയിൽ നിന്ന് ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, അപ്പോൾ 1 ലാംഗ്വേജ് ആയിട്ടോ. അതുപോലെ തന്നെ പ്ലസ് മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് പ്ലസ് അല്ലേ, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, അവൻ മാത്തമാറ്റിക്സോ അപ്ലൈഡ് മാത്തമാറ്റിക്സോ പഠിക്കണം. പ്ലസ് എനി 2 സബ്ജക്റ്റ് ഫ്രം ലിസ്റ്റ് ബി. കണ്ടോ, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം. അപ്പോൾ മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും അവൻ എഴുതണം. അതുപോലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അവൻ എഴുതണം. പിന്നെ ഏതെങ്കിലും 2 DSS ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളാണ്. പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ നോക്കുക, നിങ്ങൾ ഇത് സെലക്ട് ചെയ്യുന്നതെല്ലാം ഡൽഹി നിങ്ങളുടെ +2 പഠിച്ചതായിരിക്കണം. നിങ്ങളിപ്പോൾ +2 സയൻസ് പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് +2 പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അത് തീർച്ചയായിട്ടും CUT എക്സാമിന് നിങ്ങൾ സെലക്ട് ചെയ്യണം. പ്ലസ് നിങ്ങളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അതിന് പുറമെ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും 2 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എഴുതുക. ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഇങ്ങനെ വരുന്ന ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക. +2 പഠിച്ച സബ്ജക്റ്റ് തന്നെ ആയിരിക്കണം. ഇനി വേറെ നോക്കാം നമുക്ക്.
ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്. ഇതിൻ്റെ കണ്ടീഷൻസ് നോക്കൂ. ഒന്നുകിൽ എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ, അതായത് ഒരു ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യണം, പ്ലസ് എനി 3 സബ്ജക്റ്റ് ഫ്രം ലിസ്റ്റ് ബി. ലിസ്റ്റ് ബിയിൽ നിന്ന് ഏതെങ്കിലും 3 സബ്ജക്റ്റ്. ഇപ്പം നിങ്ങൾ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ നിങ്ങളിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജിയോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 എഴുതിയാൽ മതി. ഇനി നിങ്ങൾ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾ, നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അത് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? ഈ സബ്ജക്റ്റുകൾ ഹ്യൂമാനിറ്റീസിൽ എന്ത് ചെയ്യാം, സോഷ്യൽ സയൻസിൽ എന്ത് ചെയ്യുക, ഡിഗ്രി എടുക്കാം. പക്ഷേ പ്ലസ് എന്ത് ചെയ്യാം, ലാംഗ്വേജ്. ഇവിടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത് മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കോമ്പിനേഷൻ എഴുതിയാലും മതി. ഇനി 2 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ. നിങ്ങൾക്ക് 2 ലാംഗ്വേജ് എഴുതാൻ പറ്റുകയാണെങ്കിൽ ലിസ്റ്റ് എയിൽ നിന്ന് 2 ലാംഗ്വേജ് എഴുതാം. പ്ലസ് ഇനി 2 സബ്ജക്റ്റ് ഫ്രം ലിസ്റ്റ് ബി. ഏതെങ്കിലും 2 സബ്ജക്റ്റുകൾ ലിസ്റ്റ് ബിയിൽ നിന്ന്, അതായത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് 2 ഉണ്ടാവും. ഏതെങ്കിലും 2 ലാംഗ്വേജ് എഴുതുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങളവിടെ +2 പഠിച്ചിരിക്കണം. അപ്പോൾ +2 നിങ്ങൾ 2 ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 2 ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. CUET എക്സാം എഴുതിയിട്ട് പല ആളുകളും ഇവിടെ മിസ്റ്റേക്ക് വരുത്തുന്നു. നിങ്ങൾ +2 സെലക്ട് ചെയ്തതായിരിക്കില്ല നിങ്ങൾ എന്ത് ചെയ്യുക, CUET എക്സാമിന് എഴുതുന്നത്. അവസാനം അഡ്മിഷൻ്റെ സമയത്ത് മറ്റുള്ള യൂണിവേഴ്സിറ്റി ഒന്നും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ കൊടുത്തിട്ടുണ്ടാവും. അവസാനം ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെയും അഡ്മിഷൻ ലഭിക്കില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ വർഷം തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല ഇതൊക്കെ നോക്കി മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. എന്നാലും നിങ്ങൾ ബേസിക്കലി ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എജുബിൾസ് ലേണിങ്ങിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. CUETയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, CUET UG 2026 വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ സമയത്തും അതിൻ്റെ അപ്ഡേറ്റ്സുകൾ കിട്ടുന്നതാണ്. ഓരോ സമയത്തും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കാതെ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് കാണാം. താങ്ക് യു.